വർഷം 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ വെച്ച് ഡോക്ടർ ബി.ആർ. അംബേദ്കറും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അടങ്ങുന്ന നേതാക്കൾ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയെന്നും ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമെന്നും. അന്നവർ ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ തിരഞ്ഞെടുക്കാൻ കാരണമെന്തെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വളരെ വ്യക്തമായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് ഒട്ടേറെ ജനങ്ങളെ ആവേശം കൊള്ളിച്ച ഗാനമായിരുന്നു വന്ദേ മാതരം. എന്നാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഈ ഗാനത്തിൽ ചില ദേവീ സങ്കല്പങ്ങളും മതഘടകങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. മൾട്ടി റിലീജിയസ് ആയ, അതായത് ഒന്നിലധികം മതങ്ങളും വിശ്വാസങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരിക്കണം ദേശീയ ഗാനമെന്ന് ടാഗോറും നെഹ്റുവും അംബേദ്കറും ഒരേ സ്വരത്തിൽ തീരുമാനിക്കുകയായിരുന്നു. അതൊരു വിട്ടുവീഴ്ചയായിരുന്നില്ല, നേരെ മറിച്ച് ഭാരതത്തിന്റെ മതേതരത്വം എന്ന മഹത്തായ ആശയത്തെ ഉയർത്തിപ്പിടിക്കലായിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം അന്ന് വളരെ കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിച്ച ഒരു വിഷയത്തെ ചില നിർബന്ധിത നിയമങ്ങൾ കൊണ്ടും സർക്കുലറുകൾ കൊണ്ടും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരു പൊതു ഇടത്തിൽ നിർബന്ധമാക്കുമ്പോൾ അതിനോട് വിയോജിപ്പുണർത്തുന്നവരെ എളുപ്പത്തിൽ ദേശവിരുദ്ധർ എന്ന് മുദ്രകുത്താൻ ചിലർക്ക് സാധിക്കുന്നു. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ദേശസ്നേഹം വളർത്താനാണോ അതോ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണോ ഉപകരിക്കുക? ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അവനവന്റെ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുമുള്ള അവകാശമാണ്. ജന്മഭൂമിയോടുള്ള ആത്മാർത്ഥത ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യസ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ജനഗണമനയ്ക്ക് സാധിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് വന്ദേമാതരമാകട്ടെ സന്ദേഹത്തോടു കൂടി നിർബന്ധിതപൂർവ്വം ഉച്ചരിക്കാനേ പ്രേരിപ്പിക്കുകയുള്ളൂ. അത്തരത്തിൽ നിർബന്ധിതപൂർവ്വം ഉച്ചരിക്കുന്ന വരികളെക്കാൾ മൂല്യമുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദേശസ്നേഹത്തിനാണ്.